ഒറിജിനൽ കുറ്റ്യാടി പോയി കൊണ്ടുവന്ന ഇപ്പൊ കുറെ ആൾക്കാരുണ്ട് കുറ്റ്യാടി കാരണം വിൽക്കുന്നത്. അതൊന്നും കുറ്റ്യാടി തൈ അല്ല, ഒറിജിനൽ തമിഴ്നാട് പൊള്ളാച്ചി ഭാഗത്തൊന്നും അല്ലാണ്. വേറെ 10 ഉറുപ്പ്യ ഇട്ടാൻ വേണ്ടി വെറുതെ നോണറിയുന്നതാണ്. പൂവുണ്ടോ? സവാറ കായ്ക്കാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ നമുക്കത് 4 വർഷം കൊണ്ട് ഇത് കായായി. ഫ്ലവർ വന്നിട്ടുണ്ടല്ലേ? ഫ്ലവർ കായ അടിയുണ്ട്, അതിന് കുറച്ചതാണ്. മരത്തിന്റെ അടിഭാഗം നമുക്ക് കാണിക്കാം. സവാറ ഏകദേശം എത്ര ടൈം? 13 പറയുന്നത്. പക്ഷെ എന്താ അറിയില്ല, നമുക്ക് 4 വർഷം കൊണ്ട് കായ്. കൊഹാല പറഞ്ഞ പേരൊക്കെ പറയാൻ ഇടങ്ങാറാ. തായ് കൊഹാല എന്ന് പറയപ്പെടുന്ന ലോങ്ങനായിട്ട് വലുതൊക്കെ നമ്മളൊരാളെ ഹൈറ്റിലൊക്കെ 800, ഒരാളെ ഹൈറ്റിലൊക്കെ 200, അതായത് വലിയ സൈസ്. ഞാൻ ഇന്ന് എത്തിയുള്ളത് മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലുള്ള നമ്മുടെ ബഷീർ ഖാന്റെ മുണ്ടേങ്ങര കാർഷിക നേഴ്സറിയിലാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ബഷീർ ഖാനും അതുപോലെ തന്നെ ഇവിടുത്തെ നല്ല ഫ്രൂട്ട്സ് പ്ലാന്റുകൾ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ക്വാളിറ്റിയുള്ള നല്ല ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ന്യായമായ രീതിയിലുള്ള വിലക്കുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ഇവിടെ നമ്മുടെ ബഷീർ ഖാൻ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നല്ലൊരു വീഡിയോ ആണത്. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്ത് തന്നെ എല്ലാവരും കാണുക. അതിന് മുന്നേ നമ്മളെ ബഷീർ ഖാൻ തൊട്ടടുത്തുണ്ട്. ബഷീർ ഖാൻ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. നമ്മളെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞേ. മലപ്പുറം ജില്ല മഞ്ചേരിന്ന് നിലമ്പൂർ റോഡ്, എടവണ്ണ മുണ്ടേങ്ങര കാർഷിക നേഴ്സറി. മഞ്ചേരി നിന്നൊക്കെ വരുന്ന സമയത്ത് എത്ര കിലോമീറ്റേഴ്സ് ഇങ്ങോട്ടുണ്ട്? മഞ്ചേരിന്ന് 12 കിലോമീറ്റർ. 12. നിലമ്പൂരിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഏകദേശം 12, അരീക്കോട് 12, വണ്ടൂര് 12 കിലോമീറ്റർ. ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്താണ്. ഇന്ന് നമ്മള് നല്ല പ്ലാന്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തല്ലേ? നല്ല ഇതാക്കണ, നല്ല മരമുന്തിരി ഇതാക്കണ, നല്ല വലിയ പ്ലാന്റ്, നല്ല വലിയ മരമുന്തിരിയാണ് കാണുന്നത്. നല്ല ബുഷായിരിക്കുന്നല്ലേ? ഇതിൽ കായ വന്നിട്ടുണ്ടല്ലേ? ഫുള്ള് കായാണ്. മഴയായോണ്ടേ, അടഞ്ഞ മഴയല്ലേ, ഇതിലൊക്കെ കാശ് നിക്കുന്നുണ്ടല്ലേ? അടിപൊളിയായിട്ട് കാശ് നിക്കുന്നതാ. സൂപ്പർ മരമുന്തിരിയാണിത്. ഇത് പഴുത്തതൊക്കെ പോയതാ തോന്നുന്നല്ലേ? അത് പഴുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാണ്. നല്ല വലിയ മരമാട്ടത്. നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നതാണിത്? അതൊരു സെപ്പറേറ്റ് വിളിക്കട്ടെ, വേറെ കടക്കാർക്ക് പ്രശ്നം വേണ്ട. നമ്മള് വിളിച്ചാല് നമ്മളതിനെല്ലാ ഭാഗത്തെ വിലക്ക് നമ്മൾ കൊടുക്കും. എന്തായാലും എവിടെയും കൊടുക്കുന്നേക്കാളും വില കുറച്ച് കൊടുക്കാം. ഇന്നലെ ഇപ്പൊ വണ്ടൂർക്കൊന്ന് കൊണ്ടായില്ലേ? അതിന്റെ ഫോട്ടോ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ ഈ ഒരു പ്ലാന്റുകൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ബഷീർ ഖാനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം. വിലയിലൊക്കെ നല്ല റേറ്റ് ഒക്കെ കുറച്ച് നമ്മൾ ബഷീർ ഖാൻ തരും. നല്ല കാശ് നിൽക്കുന്ന മരമുന്തിരിയാണ് നമ്മൾ ഈ കാണുന്നത്. ഒരുപാട് കാശ് നിൽക്കുന്നുണ്ട് ഈ മരത്തിലൊക്കെ. 2 മരം, ഇപ്പൊ 2 മരം നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ അല്ലേ? അല്ല, എത്രയുണ്ട് നമുക്ക് സാധനം കൊണ്ടുവരാം. ഉണ്ട്. അപ്പൊ 1, 2 ഒന്നല്ല, ഒരുപാടുണ്ട്. ഡിസ്പ്ലേക്ക് വെച്ചാണ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ചെറിയ തൈകൾ മനസ്സില്ലേ? ഇഷ്ടം പോലെ ചെറിയ തൈകളുണ്ട് കേട്ടോ. അതിന്റെ ചെറുത് അപ്പുറത്താണ്. ഒക്കെ കായ ഒന്ന് തന്നെയാണ് കണ്ടല്ലേ? അതിലൊക്കെ കായ ഒന്നുണ്ട്. ഇത് കായ ഒന്നാണ്. ഈ ചെറുതൊക്കെ കായ ഒന്നല്ല. ചെറുതിലൊക്കെ കായ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ചെറുത് വേണമെങ്കിൽ അതും നമ്മുടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അതിന്റെ ചെറുതുണ്ട്, ഇതിലും ചെറുതുണ്ടല്ലോ അല്ലേ? അപ്പൊ ചെറുത് നമുക്ക് എത്ര രൂപ സ്റ്റാർട്ട് ആകുന്നത്? അത്ര ചെറുതല്ല, 300 രൂപന്റെ സൈസാണ്. 300 രൂപന്റെ ഏകദേശം എത്രത്തോളം വരില്ലേ? അത് നല്ല വലുപ്പല്ലേ, കാണാൻ നമുക്ക് കാണിച്ചു തരാം. ഏതാണ് ഇത്? വെറൈറ്റി ഏതാണ്? സ്കാർലൈറ്റ് ഉണ്ട്, റെഡ് ഹൈബ്രിഡ് ഉണ്ട്. സ്കാർലൈറ്റ് ഉണ്ട്, റെഡ് ഹൈബ്രിഡ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് മാവുന്തൈകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇതൊക്കെ ഏതാ വെറൈറ്റീസ്? നാംടോക്ക് ഉണ്ട്, കൊളമ്പ് ഉണ്ട്, കാറ്റിമൂണുണ്ട്, ഒരുപാട് ഐറ്റം ഉണ്ട്. 50-60 ഐറ്റം ഉണ്ടോ? 60 ഐറ്റോളം മാവുന്തൈകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നല്ല കടവണ്ണക്കുള്ള സൂപ്പർ തൈ കേട്ടോ. വലിയ വലിയ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ കാണുന്നൊക്കെ നാംടോക്ക് തന്നെ അല്ലേ? ഇതൊക്കെ നാംടോക്കാ. വലിയ പ്ലാന്റുകൾ, വലിയ വലിയ പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ. വലിയ വലിയ പ്ലാന്റ് ആവശ്യമുള്ള ആൾക്കാർക്ക് നല്ല സെലക്ട് ചെയ്ത് കൊണ്ടുപോകും. നല്ല കളക്ഷൻ ആയിട്ട് ഇവിടെ ഒരുപാട് സാധനം ഇരിക്കുന്നുണ്ട് കേട്ടോ. വലിയ വലിയ മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. 300 രൂപ മുതൽ വലിയ പ്ലാന്റ് ഒക്കെ നമുക്ക് 200-500 കൊടുക്കാം. വലിയ പ്ലാന്റ് കിട്ടും, നല്ല വലിയ പ്ലാന്റുകളൊക്കെ. അതായത് നമുക്ക് അടുത്ത പ്രാവശ്യം തന്നെ കായ വരുന്നത്. എല്ലാ പ്ലാന്റുകളൊക്കെ 2500 രൂപ കൊടുക്കാം. നല്ല പ്ലാന്റ്, നല്ല ബുഷായിട്ടുള്ള വലിയ മരം കേട്ടോ. അടുത്ത പ്രാവശ്യം കായ വരില്ലേ? പ്ലാവുന്തൈകൾ നല്ല ബുഷായി നിൽക്കുന്ന പ്ലാവുന്തൈകളാണ്. അതൊക്കെ ഫുള്ള് ഹോം ഗ്രൗണ്ട് തൈകളാണ്. വിയറ്റ്നാം അല്ലത്? വിയറ്റ്നാം ഹോം ഗ്രൗണ്ട് ആട്ടോ, കമ്പനി സാധനമാണ്. ഇത് നമുക്ക് ഒരു 1.5 വർഷം കൊണ്ട് ഇനി ആവോ? ഒരു വർഷം, അടുത്ത വർഷത്തേക്ക് ആവും. ഒക്കെ പാകത്തിന് കൊടുക്കാം. പാകത്തിന് കൊടുക്കാന്ന് പറഞ്ഞാൽ പക്ഷേ പാകത്തിന് തന്നെ തരും കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. 1, 2, 3 അല്ല, നമുക്ക് ഏത് പ്ലാന്റാണ് വേണ്ടത് ആ പ്ലാന്റുകളൊക്കെ ഇവിടെ ചെറുതും വലുതും നമ്മളെ ബഷീർ ഖാന്റെ ഈ ഒരു നഴ്സറിയിൽ കിട്ടുന്നുണ്ട്. മാവുന്തൈകൾ ഈ ചെറുത് നാംടോക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇതൊക്കെ എത്ര രൂപ കൊടുക്കുക? 300 രൂപയ്ക്കാണ് ഈ നാംടോക്ക് കൊടുക്കുന്നത്. ഇത് കാലാപ്പാടിയാ? കാലാപ്പാടി ഉണ്ട്, അതുപോലെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് വലിയ കാലാപ്പാടിയാണ്. ഈ കാലാപ്പാടി എത്ര രൂപ കൊടുക്കുന്ന? 250 ഉണ്ട്, 350 ഉണ്ട്. ചെറുതൊക്കെ 250, 350 അല്ലേ? ഈ വലുത് കൊടുക്കുമ്പോഴോ? വലുതൊക്കെ നമ്മളൊരാളെ ഹൈറ്റിലൊക്കെ 800, അതായത് വലിയ സൈസ്. കാലാപ്പാടി നല്ല ബുഷായിട്ടുള്ള
നല്ല മരങ്ങൾ. മഴക്കാലായാലേ ഇലകൾക്കൊക്കെ ഒരു ആ. ഇതാണ് വരിക. അതുകൊണ്ടുള്ള എന്താ നല്ല തൈകളാണ്. പക്ഷെ വെയിൽ കൊള്ളണം ശരിക്കും ഇതല്ലേ. ആ മഴക്കാലായ ഇലക്കൊക്കെ മരുന്നടിക്കാൻ കഴിയൂല. അതെ, വളം കൊടുക്കാനും പറ്റാത്തൊരു ആ സമയമാണ് മഴക്കാലം ആവുമ്പോ. എന്നാലും കുഴപ്പമില്ലാത്ത തൈകളാണ്. എന്നാലും ഒരു ക്ഷീണമൊന്നും ബാധിച്ചിട്ടില്ല. നല്ല തൈകളാണ്. ഇത്രയും ഈ വലിയ സൈസ് അല്ല നമ്മൾ 800 രൂപ പറഞ്ഞു. നമുക്ക് 800 രൂപയിൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ പറ്റുമോ? ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യട്ടാ. 800 രൂപ തന്നെ. പക്ഷെ ഇതൊക്കെ ഇത് ചെറിയൊരു പൈസ വാങ്ങുന്നത്. കാരണം നല്ല വലിയ മരങ്ങൾ അതൊക്കെ. റംബൂട്ടാൻ ഏതാണിത്? റംബൂട്ടാൻ E35 ഉണ്ട്. N18 ഉണ്ട്, E35 ഉണ്ട്. എല്ലാ വെറൈറ്റീസ് റംബൂട്ടാനും നമ്മൾ എടുത്തിട്ടാ. N18 ചെറുത് തൊട്ട് എടുത്തില്ലേ? എത്ര രൂപ തൊട്ട് ചെറുത് വരുന്നത്? 250 തൊട്ടിട്ട് ചെറുത് വരുന്നുണ്ട്. മറ്റേതോ E35 ഒക്കെ അത് സെയിം റേറ്റിൽ തുടങ്ങുന്നുണ്ട്. റംബൂട്ടാനൊക്കെ നമുക്ക് ചെറുതും വലുതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. മാവും തൈകളുടെ വലിയൊരു ശേഖരം തന്നെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. മാവുണ്ട്, പ്ലാവുണ്ട്, അങ്ങനത്തെ എല്ലാ വെറൈറ്റീസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഏതാണ് ഈ മാവ് വരുന്നത്? ഇത് കാലാപ്പാടിയാണ്. ഇത് കാട്ടിമൂണാണ്. കാട്ടിമൂൺ മാങ്ങണ്ടല്ലേ. മാങ്ങ ഇരിക്കുന്നത് കഴിഞ്ഞതാണ്. മാങ്ങന്റെ ഒക്കെ ടൈം കഴിഞ്ഞില്ലേ? അതെ അതെ, കാലാപ്പാടിയാണ് ഈ കാണുന്നത്. വലിയ മരങ്ങളാട്ടൊക്കെ ഡ്രമ്മിൽ നല്ല സെറ്റ് ചെയ്തിട്ടുള്ള സൂപ്പർ മരങ്ങളാട്ടാ. നല്ല ബുഷായിരിക്കുന്ന ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. അടുത്ത പ്രാവശ്യം തന്നെ കായഫലം വരുന്ന അടിപൊളി പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് മാവും പ്ലാവുന്തകളൊക്കെ ഇട്ടാ. ചെറുനാരങ്ങാണ് നിറഞ്ഞു നിൽക്കുന്നത് മരത്തില്. സാധാ ലെമൺ അല്ലേ? കണ്ടോ, ഇങ്ങനത്തെ ഒരു മരം ഇപ്പൊ കണ്ടില്ല നമ്മള്. ഈ ഒരു മരത്തിലാണ് ഇങ്ങനെ നിറയെ കാഴ്ച നിൽക്കുന്നത്. അതുപോലത്തെ ചെറിയ തൈകളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കായ്ക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിന്റെ ചെറിയ തൈകൾ നമ്മൾ എടുത്തില്ലേ? ചെറുതുണ്ട്. എത്ര രൂപയാണ്? 150 രൂപ മുതൽ. 150 രൂപ. ഇവിടെ വേറൊരു സെക്ഷനാണ് ഇപ്പൊ ഇത്. ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അമ്പായൊക്കെ കാഴ്ച നിൽക്കുന്നതല്ലേ? അമ്പായങ്ങ കായോട് കൂടിയിട്ടോ. മരത്തിൽ കംപ്ലീറ്റ് കാഴ്ച നിൽക്കുന്ന അമ്പായങ്ങന്റെ ഒരു മരമാണ് കാണുന്നത്. ഇതിന്റെ അടിഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കടവണ്ണുള്ള മരമാണ്. ഇതിന്റെ ചെറിയ തൈകൾ മരത്തുണ്ടോ അശോക? ഉണ്ട്. എത്ര രൂപയാണ്? 300 രൂപ. 300 രൂപന്റെ അമ്പായങ്ങനെ മരം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അടുത്ത വർഷമൊക്കെ ആവില്ലേ? കായുള്ളതുണ്ട്. നമ്മൾ 300 രൂപ വരെ കായ വരുന്നുണ്ട്. അത് ഇവിടെ ഉണ്ട് നമ്മളടുത്ത്. പ്ലാവുകളുടെ മരങ്ങളുണ്ടോ? അടിപൊളി കേട്ടോ. നല്ല ബുഷായി നിൽക്കുന്ന അടിപൊളി പ്ലാന്റുകളായി കാണുന്നതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ നമ്മള് വിയറ്റ്നാമിനല്ലേ? വിയറ്റ്നാം അല്ലാണ്ട് വേറെ എന്താ അടുത്തുള്ള വെറൈറ്റി? ഡങ്സൂര്യ ഉണ്ട്. ഓക്കെ, വലുതില്ലേ? വലുതുണ്ട്. പിന്നെ നമ്മൾ സപ്പോർട്ടിന്റെ ഒരുപാട് വെറൈറ്റി മരങ്ങളായി കാണുന്നത്. ഇതിൽ കായ വന്നിട്ട് കാണുന്നുണ്ട്. ചെറുതും വലുതൊക്കെ ഉണ്ട്. ഇതൊക്കെ സപ്പോർട്ടിന്റെ മരങ്ങളാട്ടോ. അവിടെയൊക്കെ ഫ്ലവറും കായും വന്നിട്ടുള്ള മരങ്ങളാണ്. ഇതല്ലേ J33? നല്ല J33 ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ വേറൊരു സെക്ഷൻ ഉണ്ട്, അവിടെ ഡാങ്സൂര്യാണ് കാണുന്നത്. ഡാങ്സൂര്യൊക്കെ ഇതൊക്കെ എത്ര വില വരുന്നതാണ് ഈ സൈസ്? 400 രൂപ കൊടുക്കുന്നത്. ഡാങ്സൂര്യ നല്ല ഒരു ചക്കനല്ലേ? നല്ല മധുരമുള്ള ചക്കന് ഡാങ്സൂര്യ. അതുപോലെ J33 അടിപൊളി ചക്കന കേട്ടോ. മാവും തൈകളുടെ വേറൊരു സെക്ഷനായി കാണുന്നത്. കായ കൂടിയിട്ടുള്ള അമ്പഴങ്ങന്റെ മരം. ഈ ഒരു സൈസ് എത്ര രൂപ കൊടുക്കാം നമുക്ക്? അത് 600 രൂപ. വലിയ തൈകൾ കേട്ടോ. 600 രൂപയ്ക്ക് കൊണ്ട് നിറയെ കാഴ്ച നിൽക്കുന്നത്. ഇത് നമ്മളൊരു ഒരുപാട് സ്റ്റോക്ക് ഇല്ലേ? ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇതേതാ പേരാ? തായ് പിങ്ക് പേരാണിത്. കായോട് കൂടിയിട്ട് ഇതിലും കായ വന്നിട്ടുണ്ട്. ഇതൊക്കെ കായ വന്നിട്ടുള്ള മരങ്ങളാണ്. ഇഷ്ടം പോലെ ഉണ്ട്. എത്ര രൂപ കൊടുക്കത്? 300 രൂപ. 300 രൂപയ്ക്ക് കായോട് കൂടിയിട്ട് വലിയ മരം 300 രൂപ കൊണ്ടുപോവാം. ഇതാണ് കാട്ടിമൂണ്. ഒക്കെ പൂവും കായ ആയതാ ഇനിട്ടോ. ഒക്കെ പൂവും കായ ആയതാണ്. അതൊക്കെ കൊടുക്കണം. കായ കേട്ടോ. കായ വന്നിട്ടുള്ള കാട്ടിമൂണിന്റെ മരങ്ങളായി കാണുന്നതൊക്കെ. എത്ര രൂപ കൊടുക്കുക കാട്ടിമൂണൊക്കെ? 400 രൂപ കൊടുക്കണം. 400 രൂപയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ള സൈസ് തന്നെയാണ്. ഒക്കെ കായ വന്ന് തന്നെയാണ്. കുഴപ്പമില്ലാത്ത മരങ്ങളാട്ടോ. സവാറ കഴിഞ്ഞിട്ടോ. നമുക്കൊരു 4 വർഷം കൊണ്ട് ഇപ്പൊ കായായി. സവാറ എവിടെയും കായ്ക്കാത്താണ്. കായ ഉണ്ടായതാണ്. പൂവുണ്ടോ? സവാറ കായ്ക്കാൻ കുറച്ച് ടൈം എടുക്കുന്ന ഒരു വെറൈറ്റി അല്ലേ? പക്ഷെ നമുക്കത് 4 വർഷം കൊണ്ട് ഇത് കായായി. ഫ്ലവർ വന്നിട്ടുണ്ടല്ലേ? ഫ്ലവർ കായ അടിയുണ്ട്. പറിച്ചതാണ്. മരത്തിന്റെ അടിഭാഗം നമുക്ക് കാണിക്കാം. 4 വർഷമായിട്ടുള്ള ഒരു മരമാണിത്. സവാറ ഏകദേശം എത്ര ടൈം? 13 പറയുന്നത്. എന്താ അറിയില്ല. നമുക്ക് 4 വർഷം കൊണ്ട് കായ്ച്ചിട്ട്. 4 വർഷം കൊണ്ട് കായ്ച്ചിട്ടാ. സംഭവം ശരിയാണ്. പക്ഷെ ലോങ് ടൈമിൽ കായ്ക്കുന്ന ഒരു വെറൈറ്റി ആണ് ഈ സബാറ. നമ്മുടെ ബഷീർ ഖാന്റെ ഈ നഴ്സറിയിൽ 4 വർഷം കൊണ്ടായി കായ പറിച്ചെടുത്താലും മാത്രമല്ല ഫ്ലവർ ഇതാ
ഇതിലൊക്കെ ഫ്ലവറും കാണുന്നുണ്ട്. സബാറുണ്ട് ഇതാ. ആ. സബാറ അത്യാവശ്യം വലിയ ആയികള്. ഇതൊക്കെ സബാർ തന്നെ. ഇതൊക്കെ സബാർ. ഇതൊക്കെ ഏകദേശം എത്ര പ്രായതാ? ഇതൊക്കെ അത്യാവശ്യം ആയതാണ്. ഇപ്പൊ ഈ സബാർ നമുക്ക് ഒരു ഓഫർ കൊടുത്തേ എത്ര രൂപ കൊടുക്കാം? 2000 രൂപ. 2000 രൂപ ഈ സബാറൊക്കെ പറയണത്. നല്ല നല്ല പ്ലാന്റുകളാണ്. സബാറ അറിയുമ്പോ അത്യാവശ്യം ടേസ്റ്റുള്ള സാധനല്ലേ? നല്ല പഴല്ലേ? സബാറ ആയി കിട്ടാൻ കുറച്ച് ടൈമാണ്, എങ്കിലും നല്ല പഴാട്ടത്. അത്യാവശ്യം പ്രായമായിട്ടുള്ള ഒരു മരം തന്നെയാണ് ഇത് കാണുന്നത് കംപ്ലീറ്റ്. ഇപ്പൊ പറഞ്ഞ ആ റേറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആയിക്കോട്ടെ, ഈ പറഞ്ഞ റേറ്റ് ഒന്നും കേട്ടോ. വന്ന് നമ്മൾ ബഷീർക്കാട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ റേറ്റ് കുറച്ചിട്ടും നല്ല മരം കേട്ടോ. ബുഷ് ആയിട്ടുള്ള അടിപൊളി മരങ്ങളാണ്. ഫോർ സീസൺ ലോങ് അതൊക്കെ. ഈ 4 സീസണൊക്കെ എത്ര വർഷം കൊണ്ടാവുന്നതാണ്? ഇത് 6 മാസം കൊണ്ട് കായും. 6 മാസം കൊണ്ട് ഈ ഒരു സൈസ് കൊണ്ട് 6 മാസം ഉണ്ടാവും. ആവും. ഇതൊക്കെ വൈറ്റ് ലോഗനാണ്. വൈറ്റ് ലോഗൻ കൊറേ പൂട്ടുണ്ട്, അതിനൊക്കെ കഴിഞ്ഞതാണ്. വൈറ്റ് ഒക്കെ നമ്മളൊരു 600 റുപ്യന്റെ ലെവലിൽ കൊടുക്കും കേട്ടോ. 600 രൂപ കൊടുത്തത്? 600 രൂപയ്ക്കാണ് നമ്മൾ ഈ വൈറ്റ് ഒക്കെ കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. ഇത് പുതിയ മോഡൽ ഇറങ്ങി കേട്ടോ. പുതിയ വെറൈറ്റിയുടെ കാണുന്നുണ്ട്. അതും നിറയെ കാഴ്ച നിൽക്കുന്ന ഒരു ലോങ്ങനാണ് നമ്മൾ കാണിക്കുന്നത്. ഒരു വെറൈറ്റി ലോങ്ങൻ തന്നെ കേട്ടത്. പക്ഷേ ഇതേത് ലോങ്ങൻ? ഇതാണ് തായ് കൊഹാല പറഞ്ഞ പേരൊക്കെ പറയാൻ ഇടങ്ങാറാ. തായ് കൊഹാല എന്ന് പറയപ്പെടുന്ന ലോങ്ങനായിട്ട് വെറൈറ്റി, പുതിയ വെറൈറ്റി ആണ്. പുതിയ വെറൈറ്റി ആണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഈ ചെറിയ കവറിൽ ഈ ഒരു വലുപ്പത്തിൽ കാഴ്ച നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. നല്ലൊരു വെറൈറ്റി ആണെന്നാണ് നമ്മൾ കേട്ടതിട്ടത്. അത്യാവശ്യം കുറെ ഉണ്ട് മരത്തിലൊക്കെ അത് കാഴ്ച നിൽക്കുന്നത്. ഇങ്ങനത്തെ ഒരു വെറൈറ്റി എന്തായാലും പുതിയൊരു വെറൈറ്റി വന്നാണ്. എന്തായാലും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഒരു വെറൈറ്റി വീട്ടിൽ കൊണ്ടുവെക്കുക. പക്ഷേ ഇത് നമ്മളടുത്ത് ഒരുപാടില്ലേ സാധനം? ഇഷ്ടമായിരുന്നു. ഓക്കെ, വിലക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇതേത് ഫ്ലേവർ വന്നിട്ട് ലോങ്ങൻ? ഫുള്ള് വൈറ്റ് ആണ്. ഇതൊക്കെ കാഴ്ച നിൽക്കുന്ന കാണുന്നത് കണ്ടോ. നമ്മള് മറ്റെവിടെയും കാണാത്ത പോലത്തെ രീതിയിലുള്ള പ്ലാന്റുകളിലൊക്കെ നിറയെ പൂവും കായും വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ ബഷീർഖാന്റെ 4 സീസണായി കാണുന്നത്. 4 സീസണായി ഇത്രയും ക്വാളിറ്റി ഉള്ള പ്ലാന്റുകളാണ് ഇവിടെ കാണുന്നതൊക്കെ. ഇതേത് ഈ മരം? ഡബിൾ ലോങ്. ഓക്കെ, ഡബിൾ ലോങ് നമ്മളിത് വേറെ ചെറുതൊക്കെ ഇല്ലേ? ഉണ്ടല്ലേ. ഡബിൾ ലോങ്ങിനൊക്കെ എത്ര രൂപ തൊട്ട് സ്റ്റാർട്ട് ആണ്? സ്റ്റാർട്ടിംഗ് ഒക്കെ 400 രൂപക്ക് കൊടുക്കും. 400 രൂപ കൊടുക്കും. ഈ ഒരു പ്ലാന്റ് നമുക്ക് എത്ര രൂപ കൊടുക്കാം? അത്യാവശ്യം വലുപ്പമായിട്ടുള്ള പ്ലാന്റ് ആണ്. പോയല്ലേ? ഓക്കെ. ഡബിൾ ലോങ്ങിന് അത്യാവശ്യം ടേസ്റ്റ് ഉള്ള സാധനമല്ലേ? കായ വരാൻ കുറച്ച് ടൈം എടുക്കും. കാത്തു നിന്നാലും നല്ല സാധനം കഴിക്കാമല്ലേ? അതൊക്കെ വൈറ്റ് ലോങ്ങൻ കേട്ടോ. വൈറ്റ് ലോങ്ങൻ എത്ര വേണമെങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. വൈറ്റ് ലോങ്ങനും കുഴപ്പമില്ലാത്തൊരു വെറൈറ്റി തന്നെയാണ്. ഇതിന്റെ ചെറുതൊക്കെ നമ്മൾ എടുത്തില്ലേ? ചെറുത് നമ്മളോട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേതാ ചെടികൾ കാണുന്നല്ലോ? യുജീനിയ കളറൊക്കെ എത്ര രൂപ കൊടുക്കുന്നത്? അത് 40 രൂപ മുതലുണ്ട്. 40 രൂപ തൊട്ടിട്ട് നമുക്ക് ഇങ്ങനത്തെ നല്ല വെറൈറ്റി കളർഫുൾ ആയിട്ടുള്ള ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. നിറയെ കാഴ്ച നിൽക്കുന്ന ബനാന സപ്പോർട്ടാണ് കാണുന്നത്. എല്ലാ കൊമ്പിലും കാഴ്ച നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് കേട്ടോ. നല്ല അടിപൊളി മരം തന്നെയാണ്. കടവണ്ണൊക്കെ സൂപ്പറാണ്. എല്ലാത്തിനും കാഴ്ച നിൽക്കുന്നുണ്ട്. അതിന്റെ ചെറിയ തൈകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതേത് പേരറിഞ്ഞു? പേര തായ് പിങ്ക് ഉണ്ട്, ജപ്പാൻ പേരുണ്ട്, VNR ഉണ്ട്. ഇപ്പൊ പുതിയൊരു ഇതാണ് ഗോൾഡൻ 8 എന്നൊക്കെ പറഞ്ഞതാ. ഗോൾഡൻ ഗോവ പുതിയ ഒന്നാണിത്. പുതിയ ഒന്നാണ് ഉണ്ടാവും ആദ്യം. പക്ഷെ നമ്മളെ കൊണ്ടല്ലൊന്നുമില്ല, ഇനിയിപ്പൊ കൊണ്ടുവന്നാണ്. ഓക്കെ, ഇത് ടേസ്റ്റ് ഉള്ള സാധനം തന്നെയല്ലേ? ഗോൾഡൻ പേര കേട്ടത്. ഓക്കെ, അങ്ങനത്തെ വെറൈറ്റീസ് പേരകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ പ്ലാവന്തയുടെ വേറെ സെക്ഷനാണ്. വിയറ്റ്നാം തന്നെ. വിയറ്റ്നാമൊക്കെ എത്ര വേണമെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ. ചെറുതും വലുതൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോക്കും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വിയറ്റ്നാമിൽ പെട്ടാനാണ്. നല്ല മരങ്ങളാണ്. ഇതൊക്കെ ഒരു 1.5 വർഷം കൊണ്ടാവില്ല കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ? 1.5 വർഷം കൊണ്ട് കായ വരുന്ന അടിപൊളി പ്ലാന്റുകളെ കാണുന്നതൊക്കെ. സിന്ദൂർ വരക്കാരന സിന്ദൂർ പ്ലാന്റേഷൻ ചെയ്യണമെന്നുണ്ട് കുറച്ച്. സിന്ദൂർ വരക്ക എല്ലാവരും വിയറ്റ്നാമല്ലേ വെക്കണേ. സിന്ദൂർ ഒന്ന് വെച്ചോക്കാം. അതിന്റെ റിസൾട്ട് എങ്ങനെ നോക്കാം അല്ലേ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ കഴിച്ചിട്ടില്ല. നമ്മളാദ്യമായിട്ട് വരുന്നല്ലേ. കമ്പനി പറയുന്നത് വളരെ ഉഷാറാണെന്നാ പറയുന്നത്. ഹോംഗ്രൗണ്ടാണ്. അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഒന്ന് പ്ലാന്റേഷൻ നടത്തിയിട്ട് പ്ലാന്റേഷൻ ചെയ്യണം. ഇതേതാ തെങ്ങിൻ തൈകള്? ഇത് കുറ്റ്യാടിയാണ്. ഒറിജിനൽ കുറ്റ്യാടി പോയി കൊണ്ടുവന്ന ഇപ്പൊ കൊറേ ആൾക്കാരുണ്ട് കുറ്റ്യാടി കാരണം വിൽക്കണത്. അതൊന്നും കുറ്റ്യാടി തൈ അല്ല. അത് ഒറിജിനൽ തമിഴ്നാട് പൊള്ളാച്ചി ഭാഗത്തുനിന്ന് വരുന്നതാണ്.
അത് കുറ്റിയാടി അല്ല. എന്തിനാ വേറെ ഒരു 10 ഉറുപ്പ്യ ഇട്ടാൻ വേണ്ടി വെറുതെ നോണറിയുന്നത്? അപ്പൊ ഈ സാധാരണ കൊടുത്താ പോരെ. മതി മതി മതി. കുറ്റ്യാടി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയത്? കുറ്റിയാടി അവിടെ പോയി തന്നെ കൊണ്ടുവരണം. അവിടെ പോയി അവിടെ ചെന്നാലും നമ്മൾ ചിലപ്പോ കമ്പലിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. അവിടെ ഉണ്ടാക്കണ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമല്ലേ ആളെ രേത്തൊന്ന് വാങ്ങിപ്പോയിരുന്നാണ്. അപ്പൊ കിട്ടാനും ഇല്ല കേട്ടോ. കടയിൽ തന്നെ 160 രൂപക്ക് ഇത്തിരി ചോർക്കില്ലാത്ത തൈ വെക്കണ്. അവിടെ കടകളിൽ പോയാൽ അറിയാം. കുറ്റ്യാടി കൂടെ ടൗണിൽ കൂടെ അല്ല നഴ്സറി പോയാൽ അവരെത്രക്ക വിൽക്കണമെന്നുള്ളത് നമ്മൾ പോയാൽ അറിയാൻ പറ്റും എത്രക്ക അവിടെ വിൽക്കണമെന്നുള്ളത്. അപ്പൊ കുറ്റ്യാടി ഒറിജിനൽ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ അത് കൊണ്ടുവരലുണ്ടായി തൃശ്ശൂരിന്. ഇപ്രാവശ്യം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അവരോട് പറയും ഇത് തൃശ്ശൂരൻ തൈ ആണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം, ഒറിജിനൽ കുറ്റ്യാടി ഇതാണെന്നേ പറയലുള്ളൂ. അതിൽ ഒരു തൈ ഇവിടെ ബാലൻസ് ഉണ്ടാവും, കാട്ടിത്തരാം ഉണ്ടെങ്കിൽ. അപ്പൊ ഇത് നമ്മൾ ഒറിജിനൽ കുറ്റ്യാടി എന്നാണ് ബഷീർക്ക പറയുന്നത്. ഈ കുറ്റ്യാടി തൈ നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? 170 ഇപ്പൊ കൊടുക്കണത്. അതിൽ കുറച്ച് കൊടുക്കാൻ കഴിയൂല. ഓക്കെ, അപ്പൊ വളരെ റേറ്റ് കുറച്ചിട്ടാണ് കുറ്റ്യാടി. അടിപൊളി തൈ അവിടെ ഉണ്ട്. ഇനി ബാക്കി അതിന്റെ അപ്പുറത്തുണ്ട് നമ്മളടുത്ത്. അപ്പൊ കുറ്റ്യാടി ഒറിജിനൽ വേണമെന്നുണ്ടെങ്കിൽ ബഷീർക്കാനത്തുണ്ട്. അപ്പൊ ഒറിജിനൽ കുറ്റ്യാടി ആവശ്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് സാധനം പർച്ചേസ് ചെയ്യാട്ടോ. 170 റുപ്യാണ് ബഷീർക്കത്തിന്റെ കയ്യോളം. ഇനി കിട്ടാണ്ടാവുന്ന ഉറപ്പൊന്നും നമ്മൾ പറയില്ല. ഇവിടെ എല്ലായിടത്തും കൂടി കാട്ടിത്തരാം. 10-300 കൈ ഇപ്പൊ ഇവിടെ ഉണ്ട് ഉണ്ടല്ലേ. ഇതേതാണിത്? ഇത് കാസർഗോഡ്, ഇത് മോയിനഗർ, ഇത് ഇൻഡർശ്രീമംഗള ഉള്ള. ഓക്കെ, ഈ ചെറുതൊക്കെ എത്ര രൂപ കൊടുക്കാം? 25 ഉറുപ്പ്യാണ് കാസർഗോഡൊക്കെ കൊടുക്കുന്നത്. 25 റുപ്യക്ക് ഓരോ തൈകൾ കൊണ്ടുപോവാം. പിന്നെ എല്ലാവരും ആൾക്ക് ഏതാണ്ട് ഒരു സ്ഥലത്തൊക്കെ വിലയിക്കാരം. ഇത് ബട്ടർ അല്ലേ സുഖ? ബട്ടറിന്റെ നമ്മളെ ഇവിടെ കായ്ക്കണല്ലേ? അത് തന്നെ ട്രോപ്പിക്കൽ തന്നെ. ട്രോപ്പിക്കൽ ബട്ടർ തന്നെ നമ്മളെ കാലാവസ്ഥ കായ്ക്കുന്ന. കാലാവസ്ഥ കായ്ക്കണ മാങ്കോസ്റ്റുകൾ മാംഗോസ്റ്റ് ചെറുതൊക്കെ അവിടെയാണ്. മാംഗോസ്റ്റ് ചെറുതും ഉണ്ട്. മീഡിയം സൈസ് മാംഗോസ്റ്റ് അല്ലേ? പിന്നെ അബിയാണ് നമ്മൾ കാണുന്നത്. അബി ഇതേതാ? അത് ഹോംഗ്രോണ്ട് അബിയാണ്. ജയിന്റെ അല്ല പോലെ ഒരു തന്നെ ഉള്ളൂ. ഹോംഗ്രോണ്ട് അബിയാണ് കാണുന്നത്. ജയിന്റെ ഉണ്ടായിന് നമ്മളില് കഴിഞ്ഞത്. ഇതൊക്കെ നമ്മളെ കാലാവസ്ഥ കായ്ക്കുന്ന അബി തന്നെയല്ലേ? അബിയൊക്കെ പല സ്ഥലത്ത് ഇപ്പൊ കാഴ്ചയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എല്ലായിടത്തും കായ്ക്കുന്നുണ്ട് അബിയോ. അത് നമ്മളെ പല സ്ഥലത്തും കാണുന്നതാണ്. നല്ല ഫ്രൂട്ട് ആട്ടത്. ജ്യൂസ് അടിക്കാനും അതുപോലെ വെറുതെ കഴിക്കാനും നല്ല അടിപൊളി ഫ്രൂട്ട്, നല്ല ടേസ്റ്റ് ഉള്ള സാധനം. അതേതാ? പുലാസാൻ. പുലാസാൻ